ഹലോ, മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്. കുഞ്ഞാറ്റയും ഇച്ചായനും ഇവർ ഡിവോഴ്സ് ആയതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഇച്ചായൻ പുതിയൊരു യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ അയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവർ ഡിവോഴ്സ് ആയെന്ന വാർത്തയും പുതിയൊരു ചാനലൊക്കെ പൊങ്ങി വന്നപ്പോൾ എല്ലാവർക്കുള്ളൊരു സംശയമാണ്, ഇത് നാടകമാണോ, അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കാനോ കാറ് വാങ്ങിക്കാനോ ഉള്ള പ്ലാനിങ് ആണോ, അതിനു വേണ്ടി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ഡിവോഴ്സ് എന്ന നാടകം കൊണ്ട് വന്നത് എന്നൊക്കെ പലർക്കും സംശയങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അത് അവരുടെ പ്ലാനിങ് ആണെങ്കിൽ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ അത് പൊളിഞ്ഞ് വീഴുമല്ലോ. ഇപ്പം അങ്ങനെയല്ല എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അതിപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ അവരുടെ വീഡിയോ കണ്ടിരുന്ന ആൾക്കാരാണെങ്കിലും പകുതി ആൾക്കാരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഈ ഒരു സംശയവും ഉണ്ട്. അത് അവരുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം ഇച്ചായൻ പുതിയ ചാനലായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അങ്ങേര് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാം, ഒരുപാട് പേര് വീഡിയോയിൽ പല കാര്യങ്ങളും ചോദിച്ച് കമന്റും കാര്യങ്ങളും ഇടുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനൊരു താല്പര്യമില്ലെങ്കിൽ പറയണ്ടെന്നല്ല, പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ പണി ഏത് ഭാഗത്തുനിന്ന് വരും എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തി പല പെൺപിള്ളേരോടും ചാറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ കുഞ്ഞാറ്റയുടെ കയ്യിലിരിപ്പുണ്ട്. ചുമ്മാ സ്വയം ന്യായീകരിക്കാൻ ന്യായീകരിച്ച് തുടങ്ങി കഴിയുമ്പം കുഞ്ഞാറ്റ അതെടുത്ത് പുറത്തിടും. കുഞ്ഞാറ്റയുടെ ഒരു പോസ്റ്റിൻ്റെ ഒരു പകുതി ഭാഗത്ത് എഴുതിയൊരു കുത്തിക്കുറിച്ചൊരു കാര്യമുണ്ട്, ഇതിലും ഭേദം പോയി ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു എന്നുള്ളൊരു ഇത്. അതിലാരുടെയോ ചാറ്റ് വെച്ചിട്ടാണ് ആ കൊച്ചത് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളധികം സംസാരിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പുതിയ ചാനലൊക്കെ തുടങ്ങിയല്ലോ, ഒരു ദിവസം കൊണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടില്ലേ? അതൊക്കെ ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ ഭാഗമാണ് എന്ന് ആലോചിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ ഇനി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ അത് ഇവിടെ വന്ന് പറഞ്ഞിട്ടോ ഒരു പേര് ചോദിക്കുന്നുണ്ട് ഫോഴ്സ് കൊണ്ടെടുക്കാനാണോ? അതുകൊണ്ട് പറ്റുവാരെ നമുക്ക് നോക്കാം. അയ്യോ സോറി കേട്ടോ, ചിരിക്കരുത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. വീടിനടുത്ത് കിടന്നങ്ങ് ഉരുണ്ട് പരണ്ട് ചിരിച്ചങ്ങ് തള്ളുക അവസ്ഥ. സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വന്നിടത്താണ് ഇരുന്ന് അങ്ങ് ചിരിക്കുന്നത്. എന്നിട്ട് ആരോ പറഞ്ഞു പോലും ചിരിക്കരുതെന്ന്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ഇടാനോ അല്ലെങ്കിൽ എന്നെ വിമർശിക്കാനോ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് അധികാരമുണ്ട്. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇടുന്ന എന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾക്ക് കമന്റ് ഇടാനും വിമർശിക്കാനും എല്ലാത്തിനും നിങ്ങൾക്ക് അധികാരമുണ്ടോ? ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. ഈ കമൻറ്റും വിമർശനങ്ങളൊക്കെ വരുന്നത് കയ്യിലിരിപ്പിൻ്റെ അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളൊരു കയ്യിലിരിപ്പ് കാണിച്ചു, അത് കാണുന്ന ആൾക്കാർ വിമർശിക്കുന്നു. അതിൽ അവരെ തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല. അത് അവരുടെ അവകാശമാണ്, അത് അവർ ചെയ്യും. അതിപ്പോൾ കോടതി എടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾ കാണിക്കുന്ന കാര്യത്തിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവരെടുക്കും. അതിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എടുക്കും, കമൻ്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും എടുക്കും. അവർക്ക് ശരിയെന്ന് തോന്നുന്നു അവർ പറയുകയും ചെയ്യും. അതിലിരുന്ന് ഞാൻ റോബോട്ടൊന്നും അല്ല, അല്ലെങ്കിൽ മനുഷ്യനാണ്, ആ ഒരു മനുഷ്യത്വം കാണിക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്കങ്ങനെ എന്താ പറയുക, നമ്മുടെ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ പോലും നിങ്ങളാകെ 1, 2, 3 മിനിറ്റൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ബാലൻസ് എന്താന്നുള്ളത് പറയാനോ അതിനെക്കുറിച്ച് ഇട്ട് എന്നെ പറയണേ ആൾക്കാർക്ക് ഓരോന്ന് പറയാനോ ഇപ്പൊ എങ്ങനെയാണോ സംഭവിക്കുന്നത്, എങ്ങനെയാണോ കരുതുന്നത് ആ രീതിക്കാണ് ഇരുന്നോട്ടെ. പക്ഷെ മനുഷ്യനല്ലേ, മാറാലോ, തെറ്റുകളുള്ളത് നമുക്ക് തിരുത്താലോ. അപ്പം എല്ലാം നല്ലതിന്, ഇനി നടക്കാനുള്ളത് നല്ലതിന് എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. മനുഷ്യനാണ്, തെറ്റ് പറ്റും. അത് സാഹചര്യം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. ഒരു കുഞ്ഞുണ്ട്, അതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളെ തെറ്റോ ശരിയോ അതെന്തോ ആവട്ടെ, ഒരു കുഞ്ഞുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, തിരുത്താൻ പറ്റുന്ന തെറ്റുകൾ തിരുത്തുക, ജീവിക്കുക. ഇനി ഇത് ഓരോന്നെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വീണ്ടും അത് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇട്ടിട്ട് കുത്തി കീറാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതെ നോക്കുക. ഓക്കെ, ശരി എന്നാൽ ടാറ്റാ.